എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ കിരൺ സരയുനോട് പറയുന്നുണ്ട്, നീ ഹെൽത്ത് ഒക്കെ ഒന്ന് ചെക്കപ്പ് ചെയ്യണം. ഇവിടെ എല്ലാ മാസവും ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാറുണ്ട്. നീ എന്തിനാ അത് വെറുതെ കളയണത്? നിനക്ക് ഹെൽത്ത് ഒക്കെ ഒന്ന് ചെക്കപ്പ് ചെയ്തൂടെ? എന്തിനാ കിരണേ അതൊക്കെ ചെയ്യണത്? അതൊക്കെ ചെയ്ത് വല്ല അസുഖം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനക്കേടാ. ഇനി നമ്മൾ ഈ വണ്ടിയുടെ സർവീസ് ഒക്കെ ഓരോ വർഷം കൂടുമ്പോൾ ചെയ്യാറുണ്ട്. അതെന്തിനാ ചെയ്യണത്? പഴക്കം കൂടുന്തോറും വണ്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും പണികളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യരുടെ കാര്യവും ഓരോ സമയത്തും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയാണ്. ശരിയടാ, എന്തായാലും നാളെ നിങ്ങൾ നടക്കാൻ മുമ്പ് ഞാനും വരുന്നുണ്ട്. കിരൺ പറയുന്നുണ്ട്, വിക്രം ഇപ്പൊ പരോളിൽ ഇറങ്ങിയോണ്ട് വിക്രം പരോളിൽ തിരിച്ചു പോയിട്ട് നടന്നാ മതിയെന്നാ എല്ലാവരും പറയണത്. എങ്കിൽ അങ്ങനെ മതിയടാ, വിക്രമുള്ളപ്പോ പുറത്തിറങ്ങാതിരിക്കണം നല്ലത്. അങ്ങനെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ലോടി. അവൻ ശരിക്കും പറഞ്ഞാൽ അത്ര വലിയ പേടിക്കേണ്ട ശത്രു എന്നല്ല. മെയിൻ ശത്രുവായിരുന്ന ഗംഗപ്രസാദും പിന്നെ നിന്റെ അച്ഛനൊക്കെ തീർന്നു പോയില്ലേ? ഇനിയാണോ അവനെ പേടിക്കേണ്ടത്? അല്ലടാ, അവന് നല്ല തലച്ചോറുണ്ട്, അതുകൊണ്ടാ പറഞ്ഞത്. പിന്നെ അവനെ വേണ്ടി കുത്താനും മരിക്കാൻ നിൽക്കുന്ന ഫ്രണ്ട്സ് അവനും ഉണ്ടല്ലോ. അവന്റെ ഫ്രണ്ട്സിന്റെ കാര്യമാണോ? വല്ല വഴക്കോ അടി ഉണ്ടായ അപ്പൊ ഓടിപ്പോണവന്മാരല്ലേ. അവന്മാരെ ഇപ്പോഴും അവന് തലയെ വെച്ച് നടക്കുന്ന സ്വഭാവമൊന്നും ഉണ്ടാവില്ല. അവന്മാരൊക്കെ അവന്മാരുടെ പണിക്ക് പോയിട്ടുണ്ടാവും. എന്നാ ശരി, നിങ്ങൾ നാളെ ഗ്രൗണ്ടിൽ നടക്കാൻ പോവാണെങ്കിൽ ഞാനും വരാം. ശരി ഇടിയെന്നാ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ കിരൺ ചോദിക്കണ്ടല്ല, നിനക്കിപ്പോ കല്യാണത്തിലുള്ള ദേഷ്യം പൂർണ്ണമായിട്ട് മാറിയല്ലേ? ഞാനിതിന് കല്യാണത്തിൽ ദേഷ്യപ്പെട്ടിരിക്കുന്നത്. മനോഹറിനോട് പോലും എനിക്കിപ്പോ വലിയ ദേഷ്യമൊന്നുമില്ല. പിന്നെ കല്യാണത്തിന് ദേഷ്യം ഉണ്ടാവില്ലല്ലോ. ശരി, എങ്കിൽ നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് സരയു അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. പിന്നീട് സരയു നേരെ കാണാൻ പോകുന്നത് വിക്രത്തിനെയാണ്. വിക്രത്തിനോട് പറയുന്നത്, വിക്രം ചോദിക്കണ്ടേ, എന്തായി സരയു? അവള് പുറത്തെങ്ങാനും ഈ അടുത്തെങ്ങാനും ഇറങ്ങോടാ. നാളെ അവള് നടക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. അവളുടെ വീടിനടുത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ, അവിടെയാണ് അവള് നടക്കാൻ ഇറങ്ങണത്. കൂടെ കിരൺ ഉണ്ട്, പിന്നെ ഞാനും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഒരു തോക്ക് കൊടുക്കാണ് വിക്രത്തിന്റെ. സരിയു, ഇത് നിറച്ചും ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും എന്റെടാ നിറച്ചും ബുള്ളറ്റ് ഉണ്ട്. ഒരു 4-5 പേരെ കൊല്ലാൻ വേണ്ടി ഒറ്റ തോക്ക് മതി. എപ്പോഴെങ്കിലും കല്യാണി നിറയൊഴിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ച തോക്കാണ്. നീ ഇത് ഉപയോഗിച്ചോ. നാളെ ഗ്രൗണ്ടിൽ ഒരു 6-6:30 ആകുമ്പോഴേക്കും ഞങ്ങൾ എത്തുമായിരിക്കും എന്ന് പറയാണ്. പിന്നെ അവനെന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാ പിന്നെ അതോടെ തീർന്നു. സരിയു, ഞാൻ എങ്ങാനും പിടിക്കപ്പെടുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ നിന്റെ പേര് പറയില്ല. അതോർത്ത് നീ പേടിക്കേണ്ട. ആദ്യം ആ കല്യാണിനെ കൊല്ലണം. എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് മുങ്ങും. കല്യാണിനെ കൊന്നതിന് ശേഷം കാർത്തികക്കും ഒരു വെടിവെക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. കാർത്തികയുടെ തലയിലും നടക്കോന്നറിയില്ല, എങ്കിൽ ഞാൻ മാക്സിമം ശ്രമിക്കും. എന്താണ് നിന്നെ ഞാൻ ഒറ്റ കൊടുക്കില്ല സരിയു എന്ന് പറയാണ്. ശരിയുടെ എങ്കിൽ നാളെ നീ സൂക്ഷിക്കണം കേട്ടോ. പിന്നെ നാളെ ഒരു 6:30 ആകുമ്പോഴേക്കും ആയിരിക്കും നമ്മൾ ഗ്രൗണ്ടിലേക്ക് വരുന്നത്. കല്യാണിനെ നീ വെടി പൊട്ടിച്ചിരിക്കണം, അത് എന്റെ ആഗ്രഹമാണ് എന്ന് പറയാണ്. ശരിയടി എന്ന് വിക്രവും പറയുന്നുണ്ട്. അങ്ങനെ സരയു അവിടെ നിന്ന് സന്തോഷത്തോടു കൂടി തന്നെ നടന്നു പോവാട്ടോ. വിക്രമാണെങ്കിൽ ആ തോക്കിങ്ങനെ ചൂണ്ടി ഇങ്ങനെ നിക്കുവാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കണത് കല്യാണിനെയും സരയുനെയും അതുപോലെ തന്നെ കിരണിനെയാണ്. 3 പേരും കൂടി നടക്കാൻ വേണ്ടി വന്നിരിക്കാട്ടോ. കിരണിനോട് കല്യാണി പറയുന്നുണ്ട്, കിരണേട്ട എനിക്ക് ഒറ്റക്ക് നടക്കാൻ പറ്റും, കിരണേട്ട വിട്ടോ, ഞാൻ ഒറ്റക്ക് നടന്നോളാം എന്ന് പറഞ്ഞിട്ട് കല്യാണി ഒറ്റക്ക് നടക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. കല്യാണി പറയണ്ടേ, എനിക്ക് ക്ഷീണമൊന്നും ഇല്ലെന്ന് പറയുമ്പോഴേക്കും സരിയു പറയണ്ട, സത്യം പറഞ്ഞാൽ എനിക്കാ ക്ഷീണം. കുറച്ച് നടന്നപ്പോ തന്നെ എനിക്ക് അങ്ങോട്ട് വയ്യാണ്ടായി എന്ന് പറയുമ്പോ കിരൺ പറയണ്ട്, സരിയു അത് നിനക്ക് ഓരോ ദിവസം കൂടുന്തോറും വെയിറ്റ് കൂടി വരുവാണ്. നീ ഇപ്പൊ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിന്റെ ഹെൽത്ത് ഒക്കെ ആകെ കുഴപ്പത്തിലാകും. കല്യാണി പറയുന്നുണ്ട്, സരിയു നീ ഇപ്പൊ ഇരുന്നുള്ള വർക്കല്ലേ ചെയ്യണത്, അതുകൊണ്ടിട്ടാണ്. ഈ ചെറിയ ചെറിയ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം, അപ്പൊ ബോഡിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറയാണ്. അങ്ങനെ അവര് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം അവിടേക്ക് ബൈക്കിൽ വരുവാട്ടോ. വിക്രത്തിന്റെ കയ്യിൽ തോക്കുണ്ട്. ഹെൽമെറ്റ് മാറ്റി വെച്ചതിന് ശേഷം വിക്രം ഒരു മരത്തിന്റെ സൈഡിൽ പമ്മിയിരിക്കുകയാണ്. നോക്കുമ്പോ കിരണും കല്യാണിയും അതുപോലെ തന്നെ നമ്മുടെ സരയും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് അവരിങ്ങനെ നടക്കുവാട്ടോ. ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് സരയുനോട്, ഇവൾ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു സരയു. ആ വിക്രം എന്ന് പറഞ്ഞവൻ ഇവളെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നത്. ഇവളെ മാത്രല്ല, കാർത്തികേച്ചിനെ ഉപദ്രവിക്കാൻ വരുന്ന ഒരു സ്വപ്നം കണ്ടു. അപ്പൊ മുതൽ ഇവളുടെ മനസ്സിൽ ഒരു പേടി കൂടിയതാണ്. അതാ രാവിലെ നടക്കാൻ വേണ്ടി ഞാൻ നിന്നെയും കൂടി വിളിച്ചത് എന്ന് പറയാണ്. അങ്ങനെ അവർ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കെ തന്നെ വിക്രം ആ മരത്തിന്റെ സൈഡിൽ ഇരുന്നു കൊണ്ട് തോക്ക് നേരെ കല്യാണിന്റെ നേരെ ചൂണ്ടുവാട്ടോ. ആ സമയത്ത് കല്യാണി പുറകിലേക്ക് തിരിഞ്ഞ് നടക്കുവാണ്. കല്യാണിയുടെ തലയുടെ പുറകെ തന്നെ വിക്രം വെടി വെക്കുവാണ്. ആ വെടി കല്യാണിന്റെ തലയുടെ പുറകെ തന്നെ കൊണ്ടിട്ട് കല്യാണിയുടെ തല ആകെ പൊട്ടി ചോരയൊക്കെ ഒലിച്ചിട്ട് കല്യാണി നിലത്തേക്ക് അപ്പൊ തന്നെ കുഴഞ്ഞു വീഴുവാണ്. അയ്യോ കല്യാണി എന്ന് കിരൺ പറയുന്നുണ്ട്. അത് കണ്ട് സരയുവിന് സന്തോഷാവാട്ടോ. കിരണിന്റെ മുമ്പിൽ തന്നെ കല്യാണി ഇങ്ങനെ പെട്ടെന്ന് മരിക്കുകയാണ്. പെട്ടെന്ന് വിക്രം ചാടി ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കാട്ടോ. അപ്പൊ കൂട്ടുകാർ, എടാ വിക്രം നീ എന്താടാ ദിവാസ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുവാണോ?
അയ്യോ സ്വപ്നമായിരുന്നോ? ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടിടാ, ഞാൻ കല്യാണിനെ വെടിവെച്ചു, അതിനുശേഷം ആ കിരൺ എന്ന് പറഞ്ഞവനെ വെടിവെച്ചു, അങ്ങനത്തെ നല്ലൊരു സ്വപ്നം കണ്ടു കിടക്കുമായിരുന്നു ഞാൻ എന്ന് പറയുമ്പോഴേക്കും ആ കൂട്ടുകാരന്മാര് പറഞ്ഞേ, എടാ നീ കൊല്ലാൻ നടക്കണേ, സൗത്ത് ഇന്ത്യയിലും മൊത്തം പേടിച്ച ഒരു ഗംഗപ്രസാദിനെ കൊന്ന കിരണിനെ ആണ് നീ വെടിവെച്ചതൊക്കെ പറഞ്ഞത്, അവനെ വെടിവെക്കണത് അത്ര നിസ്സാരക്കാരനല്ല അവൻ എന്ന് പറയുമ്പോഴേക്കും വിക്രം പറയണ്ടേ, എടാ നീ ഒന്നും അവനിങ്ങനെ പുകഴ്ത്തേടാ, കേൾക്കുമ്പോ തന്നെ ദേഷ്യം വരുവാണ്. എടാ ഈ കല്യാണി എന്ന് പറഞ്ഞവിടെ അവന്റെ മുമ്പിലല്ലേടാ രാഹുൽ അങ്കിള് കുത്തിയത്, വെറും ഒരു ജയിൽ പുള്ളിയാ കുത്തിയത്. അന്ന് അവൻ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് അവൾ എപ്പോഴേ മരിച്ചാനെ. അതുകൊണ്ട് അവരെ എനിക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല, നിങ്ങൾ നോക്കിക്കോ, നാളെ ഇതിലെ വെടിയുണ്ടേൽ ഒരിടം ഞാൻ കല്യാണിക്കും കിരണിനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ആദ്യം കല്യാണിനെ വെടിവെക്കും, അതിനുശേഷം ഞാൻ കിരണിനെ വെടിവെക്കും, നോക്കിക്കോടാ, രണ്ടുപേരെ ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് കൊല്ലും, ഇല്ലാതാക്കി കളയും. എന്നാലും സൂക്ഷിക്കണോടാ. ഇനി എന്ത് സൂക്ഷിക്കാണ്, ഗംഗേട്ട മരിച്ച പിന്നെ TV ചാനലുകളൊക്കെ നിറഞ്ഞിരിക്കാണല്ലോ കിരണും കല്യാണിയും, അങ്ങോട്ട് ഓടിപ്പോയി ഇന്റർവ്യൂ കൊടുക്കുന്നു, ഇങ്ങോട്ട് ഓടിപ്പോയി ഇന്റർവ്യൂ കൊടുക്കുന്നു. ഇനി ഞാനൊന്ന് തിളങ്ങട്ടേടാ എന്ന് പറഞ്ഞ ഇനി എന്റെ വാർത്ത TV-യിലൊക്കെ വരും, ഞാനും പ്രശസ്തിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കണം നമ്മുടെ സരയുനെയാണ്. സരയു രാവിലെ തന്നെ ഉടുത്തൊരുങ്ങി പുറത്തു പോകാൻ വേണ്ടി നിൽക്കാണ്, നടക്കാൻ വേണ്ടി പോകാൻ നിൽക്കാണ്. അപ്പൊ സരയു വിചാരിക്കണ്ട, അവള് മരിക്കാൻ വേണ്ടി പോകാണ്, ഇത്ര ഒരുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ കിരണിന്റെ മുമ്പിൽ പോകുമ്പോ എപ്പോഴും ഞാൻ സുന്ദരിയായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുങ്ങിയിട്ട് ഇറങ്ങാൻ പോകുമ്പോഴേക്കും താര ചോദിക്കണ്ടേ എവിടേക്ക് പോവാൻ ചോദിക്കാണ്. സരയു പറയണ്ടേ, കിരണും കല്യാണി നടക്കാൻ വേണ്ടി പോവാണ്, ഞാനും അവരുടെ കൂടെ നടക്കാൻ വേണ്ടി പോകുവാണ് എന്ന് പറയുമ്പോഴേക്കും താരയുടെ മുഖം അങ്ങ് മാറുവാട്ടോ. സരയു പറയണ്ട, അതെ അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം ഉള്ളിലുണ്ടെങ്കിൽ അത് ഉള്ളിൽ വെച്ചോണ്ടിരുന്നോ, പുറത്ത് പറയാൻ നിൽക്കണ്ട. അറിയാലോ, ദേ എന്റെ ഏറ്റവും വലിയ ശത്രുവാണ് കല്യാണി. കിരൺ ഉണ്ടല്ലോ, ഞാൻ ചെറുപ്പം മുതൽ പ്രണയിക്കണതാ. അവൻ അമേരിക്കയിലായിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഫോണിൽ സംസാരിക്കുകയായിരുന്നു. പിന്നെ എന്റെ പിടിവാശിയും ഈ ഒരു സ്വഭാവവും വാശിയും കാരണമാണ് അവൻ എന്നെ വേണ്ടെന്ന് പോലും വെച്ചത്. ഈ മനോഹർ എന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ കല്യാണിനെ എപ്പോഴേ കൊന്നാനെ, അവനായിട്ട് ഒന്നായാനെ. ഇനിയും താമസിച്ചിട്ടൊന്നുമില്ല, കല്യാണി ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ തന്നെ അവന്റെ ജീവിതത്തിലേക്ക് കയറും. നിങ്ങൾക്ക് എന്താ അവനെപ്പോലത്തെ മരുമോനെ കിട്ടുന്നത് നല്ലതല്ലേ, അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെ താര സരയുനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. താര സരി അവിടെ നിന്ന് ഇറങ്ങുവാണ്. താരിങ്ങനെ ആലോചിച്ചാകെ വിഷമിച്ചിരിക്കുകയാണ് സരിയുടെ സ്വഭാവം കാരണം. പിന്നീട് കാണിക്കണ കിരണും കല്യാണിയാണ്. അവര് നടക്കാൻ വേണ്ടി ഇറങ്ങാൻ പോണ സമയത്ത് അവിടേക്ക് രതീഷും അതുപോലെ തന്നെ കാദംബരിയും ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിത് എങ്ങോട്ടാ ചോദിക്കുമ്പോ കല്യാണിക്ക് ഇവിടെ നടന്നു മതി, ഗ്രൗണ്ടിൽ പോകാന്ന് വെച്ചു. രതീഷ് പറയണ്ടേ, ഇപ്പൊ തന്നെ പോണോ സാറേ, അവൻ വിക്രം പരോളിൽ ഇറങ്ങിക്കല്ലേ, അവൻ പോയി കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിലൊക്കെ പോയാ പോരെ എന്ന് ചോദിക്കാണ്. കാദംബരി പറയുന്നുണ്ട്, അത് തന്നെയാ ഞാനും പറയണത്, എന്തിനാ കല്യാണി നീ ഇപ്പൊ തന്നെ പുറത്തൊക്കെ പോണത്, ആ വിക്രം എന്ന് പറഞ്ഞവൻ പോട്ടെ അകത്തേക്ക്, അതിനുശേഷം നിനക്ക് പുറത്തിറങ്ങാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് നമ്മുടെ കിരൺ പറയുന്നുണ്ട്, കാദംബരി കല്യാണി എടുത്ത് ഞാൻ അതൊക്കെ പറഞ്ഞതാണ്, പക്ഷെ ഇവൾക്ക് ഇവിടെ ഇരുന്ന് ബോറടിച്ചു എന്നാ പറയണത്, നമ്മുടെ തൊട്ടടുത്തുള്ള ഗ്രൗണ്ട് അല്ലേ, ചുമ്മാ ഒന്ന് നടത്തിയിട്ട് പെട്ടെന്ന് തന്നെ വരാം എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലേ സരിയു അവിടേക്ക് വരുവാട്ടോ. ദേ സരിയു എത്തിയല്ലോ, എന്ന് നമുക്ക് നടക്കാൻ പോയാലോ, ശരി പോകാം എന്ന് സരിയും പറയാണ്. അപ്പോ കല്യാണി പറയണ്ട്, ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സരയും കൂടി ഉണ്ടാവും കേട്ടോ. അയ്യോ വേണ്ട കല്യാണി, അമ്മ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ നടന്നു കഴിഞ്ഞിട്ട് അവിടെ പോയി കഴിച്ചോളാം, അല്ലെങ്കിൽ ആ ഫുഡൊക്കെ വേസ്റ്റ് ആവില്ലേ, എന്നാ നമുക്ക് നടക്കാൻ പോവാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് നടക്കാൻ വേണ്ടി 3 പേരും കൂടി ഇറങ്ങാട്ടോ. അവര് ഇറങ്ങി കഴിയുമ്പോഴേക്കും നമ്മുടെ രതീഷ് കാദംബരി എടുത്ത് പറയണ്ടേ, ഈ സരി എന്തിനാ അവരുടെ കൂടെ പോണത്, എനിക്ക് ഇവൾ അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. അന്ന് കല്യാണിക്ക് കുത്തു കിട്ടിയ സമയത്തെ ഈ രാഹുൽ പുറത്തായിരുന്നു, ആ സമയത്ത് ഇവൾക്ക് എന്തൊക്കെയോ അതിന് പങ്കുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്, അല്ലെങ്കിൽ കല്യാണി കറക്റ്റ് ആയിട്ട് വർക്ക് സൈഡിൽ എത്തുമെന്നുള്ള കാര്യം അയാൾ എങ്ങനെ അറിഞ്ഞു, കറക്റ്റ് സമയത്ത് അയാൾ തോക്കായിട്ട് കത്തിയായിട്ട് അവിടെ എങ്ങനെ എത്തി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഇവരുടെ കൂടെ പോണേന് എന്തോ ഒരു കാരണമുണ്ട് എന്നൊക്കെ രതീഷ് ഇങ്ങനെ പറയണ്ട്. കാദംബരി പറയുന്നുണ്ട്, എനിക്കും അവളെ വലിയ വിശ്വാസമൊന്നുമില്ല, പിന്നെ കിരൺ സാറിനും കല്യാണിക്ക് അവളെ വലിയ വിശ്വാസമാണ്, അവരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ, ഒരാളെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവര് പിന്നെ തെറ്റ് ചെയ്താലും അവരങ്ങോട്ട് വിശ്വസിച്ചുകൊണ്ടേയിരിക്കും, അതാ അവരുടെയൊക്കെ ഒരു കുഴപ്പം എന്ന് കാദംബരി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കണത് നമ്മുടെ വിക്രത്തിനെയാണ്. വിക്രമാണെന്നുണ്ടെങ്കിൽ കല്യാണിനെ വെടിവെക്കാനായിട്ട് രാവിലെ തന്നെ ഉടുത്തൊരുങ്ങി പോകാൻ വേണ്ടി പോവാട്ടോ. അപ്പൊ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് തോക്കില് വെടിയുണ്ടേക്ക് ഉണ്ടോന്ന് ശരിക്കും ഒന്ന് നോക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ജനലിന്റെ സൈഡിൽ പമ്മിരിക്കുകയാണ് നമ്മുടെ പ്രകാശൻ കേട്ടോ. വിക്രം ഇങ്ങനെ കാണിക്കണതൊക്കെ നമ്മുടെ പ്രകാശൻ ഒളിഞ്ഞു നോക്കുന്നുണ്ട് ജനലെ കൂടി. ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.